ഹലോ ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി FIUGPയുടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന സബ്ജക്റ്റിലെ ചാപ്റ്റർ 1 ഓൾറെഡി നമ്മൾ ഫസ്റ്റ് അപ്ലോഡ് ചെയ്തിരുന്നു. അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് വീഡിയോയാണ് ഇത്. അപ്പോൾ ഇതിൽ ഏകദേശം നമ്മൾ മൊഡ്യൂൾ 1 ഫുള്ളി കവർ ചെയ്യുന്നുണ്ട്. ഈസിയാണ്, സിമ്പിൾ നോട്ട്സ് ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നിർത്തിയ ടോപ്പിക്കാണ് വാട്ട് ഈസ് മീൻ ബൈ ഫിനാൻസ് ആൻഡ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ഇപ്പോൾ നമ്മൾ തുടങ്ങാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ടൈം വാല്യൂ ഓഫ് മണി. ഡെഫിനിഷൻ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഡെഫിനിഷൻ പറയുന്നില്ല, നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മണിയിൽ സമയത്തിനനുസരിച്ച് അതിൻ്റെ വാല്യൂസിൽ ഡിഫറൻസ് അല്ലെങ്കിൽ ചേഞ്ചസ് വരും. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു 10 കൊല്ലം മുമ്പ് എടുക്കുകയാണെങ്കിൽ നമ്മളുടെ ഗോൾഡിൻ്റെ റേറ്റ് 20,000 നമുക്ക് ഗോൾഡ് കിട്ടും. പക്ഷേ ഈ ഒരു ജനറേഷനിൽ ഈ ഒരു ഇയേഴ്സ് ഡിഫറൻസിൽ നമ്മൾ ഈ ഒരു സമയത്ത് ഗോൾഡ് വാങ്ങിക്കാൻ ഈ 25,000 20,000 കൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഗോൾഡ് കിട്ടുമോ? ഇല്ല. ആ ഒരു ഡിഫറൻസ് ഇപ്പോൾ 1 lakh അടുത്തുണ്ട് ഗോൾഡ്. ഇപ്പോൾ പണ്ട് നമ്മളുടെ സ്ഥലത്തിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ടാവണം, സെൻറ്റിന് 5 രൂപ അല്ലെങ്കിൽ 10 രൂപ അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷേ നമ്മളുടെ ഈ ഒരു ഇയേഴ്സ് കഴിഞ്ഞ് ഈ ഒരു ജനറേഷനിൽ നോക്കുമ്പോൾ അതിന് 1 lakh 2 lakh 50 lakh ആ ഒരു ചേഞ്ചസ് ഉണ്ട്. അതാണ് ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ടൈം അനുസരിച്ച് അതിൻ്റെ വാല്യൂവിൽ ഡിഫറൻസ് വരും. പിന്നെ സെക്കൻഡ് വരുന്ന ടോപ്പിക്കാണ് റീസൺ ഫോർ ടൈം വാല്യൂ ഓഫ് മണി. റീസൺസ് ആണ് ചോദിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് അറിയില്ലെങ്കിലും എന്തെങ്കിലും ഒരു 2 പോയിന്റ്സ് എങ്കിലും നമ്മൾ എഴുതി വെക്കണം നിർബന്ധമായിട്ടും. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺസർട്ടനിറ്റി ആൻഡ് റിസ്ക്. അതായത് ഫ്യൂച്ചർ അൺപ്രഡിക്റ്റബിൾ ആണ്. ഫ്യൂച്ചറിൽ വരുന്ന റിസ്ക് അതുപോലെ തന്നെ അൺസർട്ടനിറ്റി അതൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സെക്കൻഡ് വരുന്നതാണ് പ്രിഫറൻസ് ഫോർ പ്രസന്റ് കൺസപ്ഷൻ. അതായത് ഇപ്പോഴത്തെ കൺസപ്ഷൻ്റെ പ്രിഫറൻസ് ടൈം വാല്യൂ ഓഫ് മണീനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റി ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ്, പിന്നെ വരുന്നതാണ് മോർ പർച്ചേസിങ് പവർ. ഇതെല്ലാം എന്താണ് ടൈം വാല്യൂ ഓഫ് മണീനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സിൽ പെട്ടതാണ്. നെക്സ്റ്റ് വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ദ കോൺസെപ്റ്റ് ഓഫ് ടൈം വാല്യൂ ഓഫ് മണി. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു മണി ഉണ്ടാകുന്ന ചേഞ്ചസ്, മണീസിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്. അതായത് ഇപ്പോഴത്തെ റേറ്റ് ആയിരിക്കില്ല പണ്ടത്തെ ഗോൾഡിൻ്റെ റേറ്റ്, പണ്ടത്തെ റേറ്റ് ആയിരിക്കില്ല ഇപ്പോഴത്തെ റേറ്റ്, ഭയങ്കര എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. അതിൽ ഫസ്റ്റ് വരുന്ന ഇമ്പോർട്ടൻ്റ് പറയുകയാണെങ്കിൽ ഇറ്റ് മെഷേഴ്സ് വർത്ത് ഓഫ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ്. ടൈം വാല്യൂ ഓഫ് മണി കോൺസെപ്റ്റിലാണ് വർത്ത് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇറ്റ് ഹെൽപ്സ് ടു ഇവാലുവേറ്റ് ഫിനാൻസിങ് ഡിസിഷൻ ഇവാലുവേറ്റ് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ചെക്ക് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യും. ഇറ്റ് ഹെൽപ്സ് ടു ആക്സസ് ദ ക്രെഡിറ്റ് പോളിസീസ് ആക്സസ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഹെൽപ്സ് ടു ഡിറ്റർമൈൻ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി. റിസ്ക്കും അൺസർട്ടനിറ്റിയും നമ്മൾ പറഞ്ഞു പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ. ഫ്യൂച്ചറിൽ നമുക്ക് വരുന്ന എന്തും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിനൊക്കെ അത് ഹെൽപ്പ് ചെയ്യും. ഇറ്റ് ഹെൽപ്സ് ഇൻ ബഡ്ജറ്റിംഗ് ആൻഡ് പ്ലാനിങ്ങിൽ അതുപോലെ തന്നെ ബഡ്ജറ്റിങ്ങിൽ അത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ തിയറി പാർട്ടായിട്ട് നമുക്ക് നോട്ട്സ് ആയിട്ട് നോക്കാനുള്ളത് ഫസ്റ്റ് മോഡ്യൂളിലത്തെ. പിന്നെ വരുന്ന ആണ് ടെക്നിക്സ് ഓർ കോൺസെപ്റ്റ് ഓഫ് ടൈം വാല്യൂ മണി. അതിൽ 2 കോൺസെപ്റ്റ് നമുക്ക് മെയിനായിട്ട് നോക്കാനുണ്ട്. അതിൽ ഫസ്റ്റ് വരുന്ന കോൺസെപ്റ്റാണ് കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോസസ് ഓർ ടെക്നിക് ഓഫ് ഫൈൻഡിങ് ദ ഫ്യൂച്ചർ വാല്യൂ ഓഫ് ദ പ്രസൻറ്റ് ക്യാഷ് ഫ്ലോ. അതായത് പ്രസൻറ്റ് ക്യാഷ് ഫ്ലോയുടെ ബേസിലായിരിക്കും ഫ്യൂച്ചർ വാല്യൂ കണ്ടുപിടിക്കാം. പിന്നെ ഡിസ്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് പറഞ്ഞാണ് ഡിസ്കൗണ്ടിങ് എന്തായിരിക്കും? ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അതായത് ഇറ്റ് ഈസ് എ പ്രോസസ് ഓർ ടെക്നിക് ഓഫ് ഫൈൻഡിങ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ. മെയിനായിട്ട് പ്രസൻറ്റ് വാല്യൂവിലായിരിക്കും നമ്മൾ നോക്കാം. പിന്നെ തേർഡ് വരുന്നതാണ് ക്യാഷ് ഫ്ലോ. നമുക്കറിയാം ഇറ്റ് ഈസ് എ മൂവ്മെൻറ്റ് ഓഫ് മണി ഇൻ ടു ഓർ ഔട്ട് ഓഫ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ്. പിന്നെ തേർഡ് വരുന്ന ഇമ്പോർട്ടൻറ്റ് ഏരിയസ് ആണ്. അതായത് ഫ്യൂച്ചർ വാല്യൂ ഓഫ് എ സിംഗിൾ ക്യാഷ് ഫ്ലോ. നമുക്ക് അത് കണ്ടുപിടിക്കാനായിട്ട് ഫ്യൂച്ചർ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. അതായത് FV = P ×
1 plus r raised to n. f എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചർ വാല്യൂ, പി എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ അറ്റ് ദ ബിഗിനിങ് ഓഫ് പീരീഡ്, r is equal to റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, n is equal to നമ്പർ ഓഫ് ഇയേഴ്സ്. നമുക്കിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. കാൽക്കുലേറ്റ് ദ കോമ്പൗണ്ട് വാല്യൂ when rupees 10,000 is invested for 3 years at 8% interest. അതായത് ഇതിൽ നമ്മൾ നേരെ ഫസ്റ്റ് നമുക്ക് ഒന്നും കിട്ടിയില്ലെങ്കിൽ തന്നെ നമുക്ക് ഇക്വേഷൻ തന്നെ അപ്ലൈ ചെയ്താൽ തന്നെ ഒരു മാർക്ക് അവിടെ കിട്ടും. നമ്മൾ നേരെ ഫസ്റ്റ് തന്നെ സിമ്പിളായിട്ട് നമ്മുടെ ഇക്വേഷൻ അങ്ങോട്ട് എഴുതി വെക്കാം. നമുക്ക് ഇപ്പോൾ ഇക്വേഷൻ കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ലെങ്കിൽ ആ ക്വസ്റ്റ്യനിൽ നമുക്കിപ്പം ഇൻട്രസ്റ്റ് 8% തന്നിട്ടുണ്ട്, അത് നേരെ ഡൗൺ ആക്കി എടുത്തെഴുതാം. ഇൻട്രസ്റ്റ് ഗിവൺ എന്ന് പറഞ്ഞിട്ട് പോയിന്റ് വൈസ് ആക്കിയിട്ട് ക്വസ്റ്റ്യനിൽ എന്തൊക്കെ തന്നിട്ടുണ്ടോ അതൊക്കെ എടുത്തെഴുതാം. എന്നിട്ട് നമ്മൾ ഇക്വേഷൻ എഴുതിയതിന് ശേഷം എഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫ്യൂച്ചർ വാല്യൂ ആണ്. ഫ്യൂച്ചർ വാല്യൂ ഇവിടെ 10,000 ആണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ 10,000 പ്ലസ് 1 പ്ലസ് 8% ആണ് നമ്മുടെ ഇൻട്രസ്റ്റ്. 8ന്റെ ക്യൂബ് എന്ന് പറയുമ്പോൾ 1 പ്ലസ് 0.08 നമ്മൾ 3 ടൈംസ് ഇൻറ്റു ചെയ്യണം. അത് കിട്ടുമ്പോൾ നമ്മൾ 10,000 വെച്ച് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ ഫൈനൽ ആൻസർ വരുന്നതാണ് 12,597. അപ്പോൾ നമ്മളുടെ മൊഡ്യൂൾ 1 ഏകദേശം ഫുള്ളി കംപ്ലീറ്റഡ് ആയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ എല്ലാവരും നല്ല രീതിക്ക് പഠിക്കുക. ഇനിയും നിങ്ങൾക്ക് വല്ല സബ്ജക്ട്സ് ഡൗട്ട് ഉണ്ട്, ക്ലിയർ നോട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഏത് സബ്ജക്റ്റാണോ ടഫായിട്ട് തോന്നണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് സിംപ്ലസ്റ്റ് വേ ആയിട്ട് നമുക്ക് ലേൺ ചെയ്തെടുക്കാനുള്ള ടെക്നിക്സും ഞാൻ പ്രൊവൈഡ് ചെയ്ത് തരാം. അപ്പോൾ താങ്ക് യു ഓൾ ദി ബെസ്റ്റ്.